പലയിടത്തും ചോദിക്കുമ്പോൾ, പാസ്റ്റർമാരോട് ചോദിക്കുന്ന സമയത്ത്, പാസ്റ്റർ സെമിനാർ നടക്കുന്ന സമയത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആളുകൾ പറയും, യേശുക്രിസ്തു എന്തിന് ഭൂമിയിൽ വന്നു? പാപികളെ രക്ഷിക്കാൻ. ശരി, എങ്കിലും ഒത്തില്ല. എന്തിന് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു? രോഗികളെ സൗഖ്യമാക്കാൻ. ശരി, എങ്കിലും ഒത്തില്ല. എന്തിന് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു? ഭൂമിയിൽ സമാധാനം തരുവാൻ. ശരി, പക്ഷേ ഒത്തില്ല. എന്തിനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്? എന്തിന് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു? ഇതാ തക്ക മറുപടി വേദപുസ്തകത്തിൽ നിന്നും. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? പാപികളെ രക്ഷിപ്പാൻ. അതെ, അതാണ് പറയുന്നത്. അവൻ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, പാപികളെ രക്ഷിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂമിയിൽ സമാധാനം തരിക, കലാപങ്ങൾ നീക്കിക്കളയുക, ഇതിനായിട്ട്. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? മറക്കരുത്. ആരെങ്കിലും ഇനിയും ചോദിച്ചാൽ മറുപടി പറയണം. എന്തിന് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു? ഒരു സഭ സ്ഥാപിക്കാൻ വന്നതല്ല, ഒരു ക്രിസ്തീയ മതം സ്ഥാപിക്കാൻ വന്നതല്ല. അവൻ വന്നത് പിശാചിൻ്റെ പണികളെ, പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിനെ അന്യൂൾ ചെയ്യാൻ, അതിനെ ക്യാൻസൽ ചെയ്യാൻ, അതിന് ഇല്ലാതെയാക്കാൻ. അവനത് ചെയ്തോ? ഇതാ വേറൊരു വാക്യം ഞാൻ വായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. യേശു പുളിച്ച വീഞ്ഞ കുടിച്ച എടുത്തോ. നിങ്ങൾ പ്രസംഗം കേൾക്കാൻ വരുമ്പോൾ 3 കാര്യം നിങ്ങളുടെ ഉണ്ടായിരിക്കണം. ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങിച്ച വേദപുസ്തകം. ഞാൻ എപ്പോഴും വരുമ്പോൾ പുതിയ വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോൾ വന്നാലും പുതിയ വേദപുസ്തകം. കാരണം ഇത് കാണുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു. എനിക്ക് വേദപുസ്തകം അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ വേറെണ്ണമുണ്ട് വലുത്. എങ്കിലും മിനിഞ്ഞാന്ന് ഭാരത് ബൈബിൾ സൊസൈറ്റി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ബൈബിൾ ഇവിടെ തന്നാട്ടെ. ഒന്നുകൂടെ വാങ്ങിച്ചു വെച്ചു. ബൈബിൾ വാങ്ങിക്കണം, വായിക്കണം, പഠിക്കണം. എടുക്കാം. യോഹന്നാൻ 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം. എന്തിനാണ് പുളിച്ച വീഞ്ഞ്? അവൻ വാസ്തവത്തിൽ കുടിച്ചെന്ന് തോന്നാം ഇവിടെ വായിക്കുമ്പോൾ. എന്നാൽ വാസ്തവത്തിൽ വേദപുസ്തകം പറയുന്നു, പുളിച്ച വാഞ്ഞ് ഒരു സ്പോഞ്ചിലാക്കി അവൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. പക്ഷേ അവൻ കുടിച്ചില്ല. ഇതാ ഞാൻ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ. ഏതാ 6-ാം മണി എന്ന് പറയുന്നത്? വളരെ എളുപ്പം. രാവിലെ 6 മണിക്കാണ് അവരുടെ പൂജ്യം മണി തുടങ്ങുന്നത്. 7 മണിയാകുമ്പോൾ 1, 8, 9, 10. 6 മണിയായപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 6-ാം മണി 9-ാം മണി വരെ, 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. എന്താണ് ഇരുട്ടുണ്ടാകാൻ കാരണം? സൂര്യൻ മുഖം മറച്ചു കളഞ്ഞു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. മനുഷ്യപുത്രൻ കഷ്ടം സഹിക്കുന്നത് കണ്ടപ്പോൾ സൃഷ്ടി മുഖം മറച്ചു കളഞ്ഞു. സൃഷ്ടിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം. കാരണം സൃഷ്ടിതാവ് ഇതാ കഷ്ടം സഹിക്കുന്നു. നിങ്ങൾ എത്ര പേര് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. കാണുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കലേ കണ്ടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നി. യേശു ഇത്രയാടി കൊണ്ടോ? ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ ഞാൻ പിന്നീട് യേശുക്രിസ്തുവിൻ്റെ ശരീരം പൊതിഞ്ഞു വെച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന തുണി കാണാനിടയായി. ഒരു പ്രദർശനം നടക്കുകയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ആ സിനിമ ഒന്ന് കാണണം. കാരണം ഞാനൊരു മെസ്സേജ് കൂടെ തയ്യാറാക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ CD അവിടെ കിട്ടും. അതുപോലെ ഒരു പ്രസംഗം നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. CD എൻ്റെ കിട്ടും. ഞാൻ വന്നിട്ട് രണ്ടാമത് ഞാനും എൻ്റെ ഭാര്യയും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കൈകോർത്ത് പിടിച്ച് ഞാൻ ആ സിനിമ ഒന്നുകൂടെ കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു യേശു അത്ര അടികൊണ്ടിരിക്കാൻ സാധ്യതയില്ല, ഇച്ചിരി കൂടിപ്പോയി. എങ്കിലും ഏകദേശം വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തുവിൻ്റെ കണ്ടാൽ അവൻ്റെ അമ്മ പോലും തിരിച്ചറിയത്തില്ലായിരുന്നു. അതുപോലെ വിരൂപമായ ശരീരം. എപ്രകാരമാണ് ഒരു പഴയ കൊടിക്കൂറ, എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാണോ അത് കാറ്റത്ത് ഇങ്ങനെ കീറിപ്പറിഞ്ഞ് കിടന്നാടുന്നത്, അതേപോലെ യേശുക്രിസ്തുവിൻ്റെ തൊലി ആടുന്നുണ്ടായിരുന്നു കാറ്റിൽ. എനിക്കൊരാഗ്രഹം ഒന്നുകൂടെ ആ സിനിമ ഒന്ന് കാണണം. തിരിച്ചു ചെന്ന് കഴിഞ്ഞ് ഞാൻ 3 പ്രാവശ്യം കണ്ടു കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് കാണണം. അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ കാണുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചത്,
ആ സമയത്ത് അവൻ്റെ ആ പീഡനം കണ്ടപ്പോൾ സൃഷ്ടി മുഖം മറച്ചു കളഞ്ഞു. മാത്രമല്ല, ദൈവം പോലും മുഖം മറച്ചു കളഞ്ഞു. വലിയ കൂരിരുട്ടുണ്ടായി. 46-ാമത്തെ വാക്യം, ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം പറയുന്നവരെ നിലവിളിച്ചുകൊണ്ട് അവൻ പ്രാണനെ വിട്ടു. എന്തുകൊണ്ട് ദൈവം കൈവിട്ടു? ഇനി പറയുന്ന കേട്ടാട്ടെ. നിന്നെയും എന്നെയും കൈനീട്ടി സ്വീകരിക്കുവാൻ അവൻ യേശുവിനെ കൈവിട്ടു. അത് നിന്റെ നന്മയ്ക്കാണ്, നിന്നെ സ്വീകരിക്കുവാൻ. 48-ാമത്തെ വാക്യം, ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞു നിറച്ച ഓടത്തണ്ടിന്മേലാക്കി അവൻ കുടിപ്പാൻ കൊടുത്തു. അതാണ് നമ്മളെ വായിച്ചത്. യേശു കുടിച്ചോ? കുടിപ്പാൻ കൊടുത്ത ശേഷം അവൻ കുടിച്ചോ? വേദപുസ്തകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകം പഠിക്കുന്നത് എങ്ങനെയാണ്? ഒത്തുവാക്യങ്ങളുമായിട്ട് ഒത്തുവെച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവൻ്റെ വായിലോട്ട് കൊടുത്തെങ്കിലും അവന് കുടിപ്പാൻ മനസ്സായില്ല. എന്താ മനസ്സ് കുടിക്കാഞ്ഞത്? അന്നത്തെ കാലത്ത് പുളിച്ച വീഞ്ഞ് കൊടുക്കുന്നത് വിന്നാഗിരി എന്നർത്ഥം. എപ്പോഴാണെന്നറിയാം? ഒരു മനുഷ്യന് അതിവേദനയായി കഴിയുമ്പോൾ അവൻ്റെ വേദനയൊന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് ഈ പുളിച്ച വീഞ്ഞ് വിന്നാഗിരി കൊടുക്കും. കുടിച്ചു കഴിയുമ്പം തലയ്ക്കൊരോളം വന്നു കഴിയുമ്പോൾ ആ വേദന കുറച്ചേ മനസ്സിലാകത്തുള്ളൂ. യേശുവിൻ്റെ വേദനയൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് ആരോ ദയവുള്ളവർ പുളിച്ച വീഞ്ഞ് അവൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു. അവൻ രുചി നോക്കിയപ്പോൾ മനസ്സിലായി, ഇത് പുളിച്ച വീഞ്ഞാണ്, ഇത് വിന്നാഗിരിയാണ്. എൻ്റെ വേദന കുറയ്ക്കാൻ അവൻ കുടിച്ചില്ല. എന്താ കുടിക്കാഞ്ഞത്? അവൻ വീഞ്ഞ് കുടിക്കാത്തവനായിട്ടല്ല, അവൻ വീഞ്ഞ് കുടിക്കുന്നവനായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ കുടിക്കാഞ്ഞത്? അവൻ നിനക്കും എനിക്കും വേണ്ടി വേദന മുഴുവൻ ചവച്ച് ഇറക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ PG വർഗീസിന് വേണ്ടി, എറണാകുളത്തുള്ളവർക്ക് വേണ്ടി, ഈ വീഡിയോ ടേപ്പ് കാണുന്നവർക്ക് വേണ്ടി ഞാൻ മുഴുവേദനയും സഹിക്കുവാൻ തയ്യാറാണ്. ഗോൽഗാഥയിലേക്കുള്ള വഴിയിൽ കയ്പ് കലങ്ങിയ വീഞ്ഞു കൊടുത്തു എഴുതിയിരിക്കുന്നു. 34-ാമത്തെ വാക്യം, അത് രുചി നോക്കിയപ്പോൾ അവന് കുടിപ്പാൻ മനസ്സിലായില്ല. കേട്ടോ, 34-ാമത്തെ വാക്യം, അവൻ മുഴുവൻ വേദനയും സഹിച്ചു. യോഹന്നാൻ 19:34, പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നു. കാരണം അടുത്ത ദിവസം ശബത്താണ്. ഏത് ശബത്താണ്? ശനിയാഴ്ച ശബത്താണോ അതോ വേറൊരു ശബത്താണോ? 2 വിധത്തിലുള്ള ശബത്തുകളുണ്ട്. അത് നിങ്ങൾ ആരോടും ചോദിച്ച് മനസ്സിലാക്കണം. ഏത് ശബത്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയത്തില്ല. ഏതൊരു ശബത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുവാൻ പാടില്ല. അതുകൊണ്ട് ആളുകൾ അത് ഇറക്കി, അതിനു മുമ്പ് അവൻ മരിച്ചിരിക്കണം. മരിച്ചതിന് ശേഷം മാത്രമേ ഇറക്കാനൊക്കത്തുള്ളൂ. കാരണം ക്രൂശ് മരണം കൊടുക്കുന്നു. ഇപ്പോഴത്തെ ജഡ്ജിമാരുടെയൊക്കെ ചോദിച്ചാലും അറിയാം, വക്കീലന്മാരുടെയൊക്കെ ചോദിച്ചാലും അറിയാം, അവിടെ ജോലി ചെയ്യുന്ന ഗുമസ്തന്മാരുടെയൊക്കെ ചോദിച്ചാലും അറിയാം. ജഡ്ജിമാർ വിധി എഴുതുന്നതെന്നറിയാം, തൂക്കിക്കൊല്ലണം, ചാവുന്നത് വരെ തൂക്കിക്കൊല്ലണമെന്നാണ്. തൂക്കണമെന്ന് വിധിക്കത്തില്ല, തൂക്കിക്കൊല്ലണം. ചത്തതിന് ശേഷമേ അവനെ ഇറക്കാനൊക്കത്തുള്ളൂ. അതാണ് വിധി. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആദ്യത്തെ 2 വർഷത്തിന് 2 കള്ളന്മാരാണ്. ഈ പട്ടാളക്കാരങ്ങോട്ട് ചെന്നിട്ട് നോക്കി, കള്ളൻ ചത്തിട്ടില്ല. അവൻ്റെ കാല് തല്ലി ഒടിച്ചു, അപ്പം ചത്തു. യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവന് സംശയം, ചത്തോ ബോധം കെട്ട് കിടക്കുകയാണോ? ഏതായാലും അവർ വിചാരിച്ചു എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറല്ല. അവർ വലിയൊരു കുന്തമെടുത്ത, വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം എവിടെയായിരുന്നോ അവിടോട്ട് വെച്ചിട്ട് ഒരൊറ്റ കുത്ത്. എന്നിട്ട് ആ കുന്തം വലിച്ചെടുത്തപ്പോൾ വേദപുസ്തകം പറയുന്നു, രക്തവും പിന്നീട് വെള്ളവും ഒഴുകി. രക്തവും വെള്ളം കൂടെ ഒന്നിച്ചല്ല ഇറങ്ങി വീണത്. ആദ്യം രക്തം മുഴുവൻ അങ്ങ് വീണു, അത് കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകി. സയൻറ്റിസ്റ്റുമാരുടെ ഒക്കെ ചോദിച്ചാൽ അറിയാം, MBBS ഡോക്ടറൊക്കെ ചോദിച്ചാലൊക്കെ ചില കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിച്ച റിസർച്ച് ചെയ്തിട്ടുള്ളതൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ പിടിച്ചു വെച്ച് അവൻ്റെ കൈ രണ്ടും 2 വശത്തോട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം അവൻ ഉറക്കെ നിലവിളിച്ച് ചത്താൽ അവൻ്റെ രക്തം എങ്ങനെയാണോ പാല് പിരിയുന്നത് അതുപോലെ രക്തവും വെള്ളവുമായിട്ട് പിരിയും. യേശുവിൻ്റെ നെഞ്ചത്ത് അവർ കുന്തം കുത്തിക്കയറ്റിയിട്ട് അത് വലിച്ചെടുത്തപ്പോൾ പിരിഞ്ഞിരുന്ന
ആ രക്തം മുഴുവൻ, ചോര മുഴുവൻ താഴെ വീണു. അത് കഴിഞ്ഞപ്പോൾ വെള്ളവും വീണു അതുകൊണ്ടാണ് നാം പറയുന്നത്, യേശു ക്രിസ്തു തൻ്റെ അവസാന തുള്ളി ചോര വരെ നമുക്ക് തന്നു. ഇല്ലാതെയായപ്പോൾ, രക്തമില്ലാതെയായപ്പോൾ ആ വെള്ളം കൂടി വാർന്നുപോയി. ഇങ്ങനെ സകലതും നിവർത്തിയായി. യേശു ഇത് പറഞ്ഞിട്ടാണ് വെച്ചത്, എല്ലാം നിവർത്തിയായി. എന്ത് നിവർത്തിയായി? തിരുവെഴുത്തുകളിൽ എഴുതിയിരുന്നതെല്ലാം നിവർത്തിയായി. ഇനി ഞാൻ പറയുന്നത് കേട്ടാണ്, പിശാചിൻ്റെ പണികളെ അഴിപ്പാനുള്ളതെല്ലാം നിവർത്തിയായി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം നിവർത്തിയായി. പാപം, ശാപം, മരണം, മത്സരം, ഭൂമിയുടെ ശാപം, മുള്ളും പറക്കാരെയും ഉണ്ടാകുക, ഈ പിശാചിൻ്റെ പണികളെല്ലാം, അതിനെ അഴിപ്പാനുള്ളതെല്ലാം നിവർത്തിയായി. ആദാമിൻ്റെ മേൽ ദൈവകോപമുണ്ടായിരുന്നു. ദൈവം ആ കോപം മുഴുവൻ തൻ്റെ പുത്രനായ യേശുവിൻ്റെ മേലിട്ടു. ആ സമയത്ത് പാപപരിഹാരത്തിനായിട്ട് മനുഷ്യപുത്രനായ യേശു എന്തെല്ലാം ചെയ്യണമായിരുന്നോ അതെല്ലാം നിവൃത്തിയായി. അങ്ങനെയാണെങ്കിൽ നിൻ്റെ പ്രശ്നം തീർന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മേലുള്ള മന്ത്രത്തിൻ്റെ ശക്തി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ശക്തി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മേലുള്ള രോഗത്തിൻ്റെ ശക്തി തീർന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ മേലുള്ള പാപത്തിൻ്റെ ശക്തി തീർന്നു. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇനി നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാപം, സിഗരറ്റ് വലിക്കാനുള്ള പാപം, ആഗ്രഹം, അതിൻ്റെ മേൽ യേശു ജയമെടുത്തിരിക്കുകയാണ്. ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. ഒരിടത്തൊരു കുരങ്ങിരിക്കുകയാണ്. കുരങ്ങ് വെറുതെ ഇരിക്കത്തില്ലല്ലോ, ഇങ്ങനെ ഇലയൊക്കെ പറിച്ച് ഇങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. അതെൻ്റെ കളി. അങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിങ്ങനെ അവിടുന്ന് ഒരില ഇങ്ങനെ പറിച്ച് അടുത്തു കൊണ്ടുവന്നപ്പോഴേ നോക്കുമ്പോഴേ ഒരു പച്ചലപ്പാമ്പ്. അയ്യോ, അതങ്ങ് പേടിച്ചു പോയി പാമ്പ്. അതിങ്ങനെ പുറകോട്ട് പിടിച്ചിരിക്കുക. അപ്പം ആ പാമ്പ് ഈ കുരങ്ങിൻ്റെ കയ്യെ കയറി അങ്ങ് ചുറ്റി. പാമ്പ് ഇങ്ങനെ ഇരിക്കുക, അതിൻ്റെ വാലിങ്ങനെ അനങ്ങുന്നുണ്ട്. ഇങ്ങനെ കുരങ്ങിരിക്കുക, ചത്തുപോകുമ്പോൾ എന്തെടുക്കും പാമ്പ് പകടി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ പാമ്പിൻ്റെ അനക്കം അങ്ങ് നിന്നപ്പോൾ കുരങ്ങ് ഈ പാമ്പിനെ ഇങ്ങനെ പിടിച്ച് മുമ്പ് കൊണ്ടുവന്നപ്പം പാമ്പ് ഇങ്ങനെ നാക്കും നീട്ടിയിരിക്കുക, ചത്തിരിക്കുക കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും കുരങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നാക്കം പിടിച്ചിരിക്കുന്നു, വായും പൊളത്തിരിക്കുന്നു. പിന്നെയും കൊണ്ടുപോയി. മണിക്കൂർ 2 3 4 5 6 7 ദിവസം 1 2 3 കുരങ്ങ് അവിടെ ഇരുന്നങ്ങ് ചത്തു. വാസ്തവത്തിൽ ആ പാമ്പ് എപ്പോഴേ മരിച്ചതാണെന്നറിയാമോ? ഇതുപോലെ പലരുടെ കയ്യിലും ഇരിക്കുന്ന സിഗരറ്റും കഞ്ചാവും കള്ളും ഒക്കെ ഇതെന്നേ ചത്തതാ. കുടഞ്ഞു കളഞ്ഞിട്ട് നിനക്ക് ആരാംസെ ചൽ സക്താ ഥാ. കുടഞ്ഞു കളഞ്ഞിട്ട് നിനക്ക് സാവധാനത്തിൽ കൈയും വീശി നടക്കാവുന്നതേ ഉള്ളൂ. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ, സകലതും നിവൃത്തിയായപ്പോൾ, നിന്റെ മേലുള്ള ശാപത്തിൻ്റെ ശക്തി, നിന്റെ മേലുള്ള മന്ത്രത്തിൻ്റെ ശക്തി, നിന്റെ മേലുള്ള പാപത്തിൻ്റെ ശക്തി, നിന്റെ മേലുള്ള പാപത്തിൻ്റെ പരിണിത ഫലം, നിന്റെ വല്യപ്പച്ചൻ്റെ, അമ്മയുടെ, നിങ്ങളുടെ ശാപം, പാപം എല്ലാം തീർന്നുപോയി. സകലതും തീർന്നുപോയി. ആരെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. സകലതും തീർന്നുപോയി, സകലതും നിവൃത്തിയായി. ഇനിയും പറയുന്നത് കേട്ടാൽ, പാമ്പ് ഒന്നാമത്തെ ആദാമിനെ ചതിച്ചു, ആദ്യത്തെ ആദാമിനെ ചതിച്ചു. എന്നാൽ ഒടുക്കലത്തെ ആദാം യേശു ക്രിസ്തു, രണ്ടാമത്തെ ആദാം അല്ല, ഒടുക്കലത്തെ. 2 ആദാമേ ഉള്ളൂ. ആദ്യത്തെ ആദാം, ഒടുക്കലത്തെ ആദാം. ഒടുക്കലത്തെ ആദാമിൻ്റെ തല എൻ്റെ യേശു ക്രിസ്തു ചതച്ചിട്ട് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി, സകലതും നിവൃത്തിയായി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ പാപത്തിൻ്റെ ചിന്ത എന്നിൽ വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുള്ള പാപത്തെ പറ്റിയുള്ള ഓർമ്മ എൻ്റെ അടുക്കൽ വരുമ്പോൾ അത് വന്നിട്ട് പറയും, വർഗീസ നിനക്ക് ഓർമ്മയുണ്ടോ? നിൻ്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ പേഴ്സിനകത്ത് 1 രൂപ എടുത്തിട്ടുണ്ട്. ഉണ്ട്. ചിരിച്ചുകൊണ്ട് പറയും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒക്കെ പറയും പാപിയാണ്. ഞാൻ പറയും, പാപമേ ക്രൂശിങ്കിലേക്ക് നോക്കുക. അവൻ എനിക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളെ നിങ്ങൾ ക്രൂശിങ്കിലേക്ക് നോക്കുക. ക്രൂശിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം കേൾക്കുക, സകലതും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഓൾ ഫിനിഷ്ഡ്.
അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഞാൻ പപ്പായുടെ പേഴ്സിൽ നിന്ന് രൂപ മോഷ്ടിച്ചതാ, അമ്മച്ചിയുടെ പാട്ടയിൽ നിന്നും അരിയുണ്ടയെടുത്ത് മോഷ്ടിച്ചതാ, ഞാൻ തീപ്പെട്ടിക്കൊള്ളി മോഷ്ടിച്ചുകൊണ്ട് പോയതാ, ഞാൻ പറങ്ങേണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയതാ, ഞാൻ ചെയ്തിട്ടുള്ള സകല കുരുത്തക്കേടിൻ്റെയും ഓർമ്മകളെ ഇതാ ക്രൂശിങ്കിലേക്ക് നോക്കുക. അവിടെ നിന്ന് വരുന്ന ഒരു ശബ്ദം കേൾക്കുക, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എൻ്റെ സകല പാപവും എൻ്റെ സകല ശാപവും തീർന്നു പോയി. ഇറ്റ് ഈസ് ആൾ ഫിനിഷ്ഡ്. തീർന്നു, 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 തീർന്നു. ഒന്ന്, ക്രൂശിങ്കിലേക്ക് നോക്കുക. രണ്ട്, ക്രൂശിലുള്ള ശബ്ദം കേൾക്കുക, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. മൂന്ന്, വിശ്വസിക്കുക, സകല പാപവും തീർന്നുപോയി. ഞാൻ സ്വതന്ത്രനായി. യേശു എന്നെ സ്വതന്ത്രനാക്കിയതിനാൽ ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ എല്ലാം ലിസ്റ്റ് എഴുതി വച്ചിരിക്കുന്ന ബോർഡ് എൻ്റെ സ്വർഗസ്ഥനായ യേശു അത് ക്ലീൻ ചെയ്തിരിക്കുന്നു, അത് തുടച്ചു മാറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കണക്കിൽ യാതൊന്നുമില്ല. ചിലർ എന്നിട്ട് പറയും, കർത്താവേ നിനക്കറിയാമല്ലോ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പേഴ്സിൽ നിന്ന് രൂപ മോട്ടിച്ചതാ. ദൈവം പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. എന്നത്തെ കാര്യമാണ് പറയുന്നത്? അയ്യോ അത് ഇല്ല, ഓർത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും സകല പാപമല്ല, സകല പാപത്തെയും യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്ന സമയത്ത്, പുതിയ നിയമം പഠിക്കുന്ന സമയത്ത് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതെല്ലാം ആർക്കാണെന്നറിയാം? വിശുദ്ധന്മാർക്കാ. ഇന്ന് ചിലരൊക്കെ പറയും, ചിലരെയൊക്കെ വിശുദ്ധന്മാരായിട്ട് വാഴ്ത്തുന്നു. ഞാൻ ഒരു സഭയുടെയും കുറ്റം പറയുകയല്ല, പറയുന്നത് കേട്ടാട്ടെ. ചത്ത് 2 അത്ഭുതം കഴിയുമ്പോഴല്ല ഒരു മനുഷ്യൻ വിശുദ്ധനാകുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നീ വിശുദ്ധനാണ്, നീ വിശുദ്ധനാണ്, നീ വിശുദ്ധനാണ്. ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പിശാചിൻ്റെ ഇടയിൽ പറയണം, ചിലപ്പോഴെങ്കിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കണ്ണാടിയിലോട്ട് നോക്കിക്കൊണ്ട് പറയണം, വിശുദ്ധ ബി.ജി. വർഗീസ് നീ ഒരു വിശുദ്ധനാണ്. എനിക്ക് ആ പ്രാഗൽഭ്യമില്ല, പക്ഷേ സത്യം അതാണ്. ഞാൻ തൻ്റെ ഇടത്തോടെ പറയത്തില്ല ഞാൻ വിശുദ്ധനാണ്, പക്ഷേ എനിക്ക് പിശാചിനോട് പറയുവാൻ കഴിയും, പിശാചെ ഞാനൊരു വിശുദ്ധനാണ്, എൻ്റെ ദൈവം എന്നെ അങ്ങനെയാക്കി വെച്ചിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ നാളെ തൊട്ട് മിസ്റ്റർ എന്നുള്ളതിന് പകരം വിശുദ്ധൻ എഴുതി ചേർക്കാം. വേണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതായല്ലോ, ഞാൻ പറഞ്ഞതല്ല. പിടിച്ചെന്നാട്ടെ, ലേഖനങ്ങൾ എടുത്ത് നോക്കിയാട്ടെ. 1-ാമത്തെ ലേഖനം, 2-ാമത്തെ ലേഖനം, 3-ാമത്തെ എല്ലാ ലേഖനം തുടങ്ങുന്നത് കൊരിന്തിലുള്ള പാപികൾക്ക് എഴുതുന്ന അല്ല, വിശുദ്ധന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എഴുതിയേക്കാം, വിശുദ്ധ അന്നാമ്മ, വിശുദ്ധ മോളി, വിശുദ്ധ പി.ജി. വർഗീസ്, വിശുദ്ധ മോഹൻദാസ്, വിശുദ്ധ ജോൺസൺ. നീ ഒരു വിശുദ്ധനാണ്. അത് നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ അവൻ ക്രൂശിൽ അങ്ങനെ ആക്കി തീർത്തതിനാൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് ചെയ്തു തീർത്തിരിക്കുന്നു. നീ ഒരു വിശുദ്ധനാണ്, നീ ഒരു പാപിയല്ല. അതുകൊണ്ട് ഇനിയും പറയരുത്, പാപിയും ദോഷിയുമായ എന്നോട് കരുണ കാണിക്കണമേ. ഇല്ല, ഇല്ല. ഏത് പുസ്തകം പറയുന്നു? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നീ പാപിയാണെന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നാൽ നീ ഒരു ദൈവവൈദ്യനാകിയാൽ, എന്നാൽ നീ ഒരു വിശുദ്ധനാകിയാൽ, നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം പറയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ തരുന്നു, കാരണം നീ എൻ്റെ പൈതലാണ്, നീ ഒരു വിശുദ്ധനാണ്. ഒരു തകരാറേ ഉള്ളൂ. നമ്മൾ വിശുദ്ധനാണെന്ന് പറയുമ്പം പിശാച് വന്നിട്ട് നമ്മളുടെ കുറ്റങ്ങളൊക്കെ ഓർമ്മ തരും. എന്നിട്ട് പറയും, നിൻ്റെ കഴിഞ്ഞ കാലം അത്ര നല്ലതല്ല. പിശാച് എൻ്റെ ഒക്കെ പലപ്പോഴും പറയും, നിൻ്റെ കഴിഞ്ഞ കാലം നല്ലതല്ല. എനിക്കത് കേൾക്കുന്നത് വലിയ രസമാണ്. പിശാച് ഒന്നുകൂടെ പറഞ്ഞ്, പി.ജി. വർഗീസേ എന്തോ നിൻ്റെ കഴിഞ്ഞ കാലം അത്ര നല്ലതല്ല. ഞാൻ പറയും, എനിക്കറിയാം, നിൻ്റെ ഭൂതകാലവും നല്ലതല്ല. പിശാചേ, നിന്റെ ഭൂതകാലം എനിക്കറിയാം. എൻ്റെ യേശു ക്രിസ്തു വരുമ്പോൾ നിന്നെ ലോകത്തിലേക്ക്, നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. എൻ്റെ കഴിഞ്ഞകാല ചരിത്രം അത്ര നല്ലതല്ല. പക്ഷേ ഇതിനിടയ്ക്ക് യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു, ഞാനൊരു ശുദ്ധനായി തീർന്നു. എന്നാൽ നിന്റെ ഗതികേട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ബാക്ക് ടു ദ ഡബിൾ. പിശാചിനോട് തിരിച്ച് സംസാരിക്കുക. പിശാച് പറയുന്നത് കേട്ടിട്ട് പോകുകയല്ല. ബാക്ക് ടു ദ ഡബിൾ. സ്വർഗത്തിലേക്കുള്ള വഴി പിശാച് അടച്ചു. മനുഷ്യന് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുവാനുള്ള വഴി പിശാച് അടച്ചു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു,
വേദപുസ്തകം പറയുന്നു അവൻ ക്രൂശിൽ മരിച്ചു, എന്നിട്ട് അധോലോകത്തിലേക്ക് പോയി, എന്നിട്ട് പാതാളത്തിലേക്ക് പോയി, എന്നിട്ട് പിശാചിൻ്റെ അടുക്കിലേക്ക് എന്ന് അവൻ അടക്കി വെച്ചിരുന്നതായിട്ടുള്ള അധികാരം മുഴുവൻ അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അത് നിൻ്റെയിലാണ്. പിശാച് അടക്കി വെച്ചിരിക്കുന്ന അധികാരം അവൻ്റെ കയ്യിലല്ല, അത് നിൻ്റെ പോക്കറ്റിലാണ്. അത് നിൻ്റെ കയ്യിലുണ്ട്, ഉപയോഗിക്കണം. മഴ വരുമ്പോൾ പ്രാർത്ഥിക്കണം, ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കണം, ക്യാൻസർ വരുമ്പോൾ പ്രാർത്ഥിക്കണം. പലരും ക്യാൻസറോ വല്ലതും വരുന്ന ഉടനെ പി ജി വർഗീസിൻ്റെ നമ്പർ അന്വേഷിക്കുക. പി ജി വർഗീസിൻ്റെ നമ്പർ അറിയാം, ദിനകരൻ്റെ നമ്പർ അറിയാം, സുരേഷ് ബാബുവിൻ്റെ നമ്പർ അറിയാമോ? ഒന്നും വേണ്ട, അത് നിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ ടെലിഫോൺ നമ്പർ ആർക്കെങ്കിലും അറിയണോ? എഴുതിക്കോ, പറഞ്ഞുതരാം. 333 യെരമ്യാവ് 33:3 അവിടെ ഇങ്ങനെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, സമയമുണ്ടെങ്കിൽ ഉത്തരമരുളും. അങ്ങനെയാണോ? അല്ല, എന്നെ വിളിച്ചപേക്ഷിക്കുക. അവൻ്റെ ടെലിഫോൺ നമ്പർ ഒരിക്കലും എൻഗേജ് ആയിരിക്കത്തില്ല. അവനെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്കുത്തരമരുളും. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ കുഞ്ഞു രോഗിയായി കഴിയുമ്പോൾ, അതുകൊണ്ട് നിൻ്റെ ബിസിനസ് അടഞ്ഞു കഴിയുമ്പോൾ, അതുകൊണ്ട് നിൻ്റെ ഭാവി അടഞ്ഞു കഴിയുമ്പോൾ, അതുകൊണ്ട് നിനക്ക് ജോലി കിട്ടാതെ വരുന്ന സമയത്ത്, അതുകൊണ്ട് നിനക്ക് പ്രൊമോഷൻ കിട്ടാതെ വരുന്ന സമയത്ത്, അതുകൊണ്ട് നീ കാല് മുടങ്ങി നടക്കുന്ന സമയത്ത് അവനെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ഉത്തരം അരുളും. കഥ ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ, പറയാൻ സമയമില്ല. അവന് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് ദിവസം കർത്താവ് തൻ്റെ സഭയ്ക്ക് അധികാരം മുഴുവൻ തന്നിരിക്കുക. അവനെല്ലാം തന്നിരിക്കുന്നു, സകലതും നമുക്ക് തന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, സകലതും നിവൃത്തിയായി, സകലം പൂർത്തിയായി, സകലതും ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ ശുദ്ധനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ എനിക്ക് മറുപടി തരുന്നു. ആർക്ക് മറുപടി തരുന്നു? വിളിച്ചപേക്ഷിക്കുന്നവന് മറുപടി തരുന്നു. മനസ്സിലായോ? വിളിച്ചപേക്ഷിക്കുന്നവളുടെ മകനല്ല, വിളിച്ചപേക്ഷിക്കുന്നവളുടെ ഭർത്താവിനുമല്ല, വിളിച്ചപേക്ഷിക്കുന്നവന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആവശ്യക്കാരൻ നിലവിളിക്കണം, ആവശ്യക്കാരൻ പ്രാർത്ഥിക്കണം. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നതെന്നറിയാം, എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ്. പി ജി വർഗീസ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രോഗിയുടെ ഏറ്റുപറച്ചിൽ. അത് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, ഉള്ള കാര്യം പറയാം. പി ജി വർഗീസ് എഴുതി വച്ചിരിക്കുന്ന പുസ്തകം വായിച്ചാൽ നിൻ്റെ രോഗം മാറത്തില്ല. അതൊരു മാതൃകാ പ്രാർത്ഥനയാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെ പ്രാർത്ഥിക്കണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ആരെങ്കിലും എഴുതി വെച്ച, എത്ര വലിയ വിശുദ്ധൻ എഴുതി വെച്ച പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആർക്കും ഒരു ഗുണമുണ്ടായിട്ടില്ല, ആർക്കും ഒരു രോഗശാന്തി ഉണ്ടായിട്ടില്ല, ആർക്കും ഒരു അത്ഭുതം കിട്ടിയിട്ടില്ല എങ്കിലും അറിഞ്ഞുകൂടാത്ത ഭാഷയിലാണെങ്കിലും 2-3 വാക്കുകൾ പറയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു. നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളൊരു ദിവസം വീട്ടിലോട്ട് കയറി ചെല്ലുക, ഓഫീസിൽ നിന്നൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുക. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ നിങ്ങളുടെ ഭാര്യ, പുരുഷന്മാരുടെയൊക്കെ പറയാം, നിങ്ങളുടെ ഭാര്യ ഒരു കടലാസും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കണ്ടപ്പോഴത്തേക്ക് ഒരു നാണമൊക്കെ, അച്ചായ വന്നു, അവിടോട്ടിരിക്കുക അച്ചായ. എന്നിട്ട് കടലാസ് എടുത്ത് വെച്ച്, എൻ്റെ പ്രാണനാഥ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതൊക്കെന്തോ തോന്നും? നീ എന്തോ ഈ വായിക്കുന്നേ? അല്ല, ഞാൻ അപ്പുറത്തെ യോഹന്നാൻ കുട്ടി സാർ എഴുതി വെച്ചിരുന്നത് വായിക്കുക. യോഹന്നാൻ കുട്ടി സാർ എഴുതി വെച്ചതല്ല നിൻ്റെ ഭർത്താവിന് കേൾക്കേണ്ടത്. നിൻ്റെ വായി എന്ന് പറയാം, എൻ്റെ തങ്കക്കൊട. മനസ്സിലായോ? പി ജി വർഗീസ് എഴുതിയ പുസ്തകം വായിച്ചിട്ടല്ല രോഗശാന്തി വരുന്നത്, വേറെ ആരെങ്കിലും എഴുതി വെച്ചതല്ല. നിൻ്റെ വായിൽ നിന്ന് വരട്ടെ, എൻ്റെ കർത്താവേ, എൻ്റെ പ്രാണനാഥ, എൻ്റെ മൂത്തച്ചാച്ച, എൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കും. നിനക്ക് നല്ലതുപോലെ മലയാളം അറിഞ്ഞുകൂടായിരിക്കാം, നിനക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യായിരിക്കാം. നിൻ്റെ പിച്ച വാക്കുകൾ അവൻ കേൾക്കും, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞാൻ കാശ്മീരിൽ പോയി, കട്രായി. അവിടെ ചെന്ന് സുവിശേഷ വേല തുടങ്ങി. 18 പേര് സ്നാനപ്പെട്ടു. 6 മാസം കഴിഞ്ഞപ്പോൾ 18 പേര് സ്നാനപ്പെട്ടു. അതിനകത്ത് എൻ്റെ ആദ്യത്തെ വിശ്വാസി റാഖേൽ, അവരുടെ ഭർത്താവിൻ്റെ പേര് പത്രസ്. എൻ്റെ ആദ്യത്തെ വിശ്വാസിയാണ്. ചെന്നതിൻ്റെ അന്നത്തെ ദിവസം 2 പേര് രക്ഷിക്കപ്പെട്ടതാണ്. അവർ 2 പേരും കൂടെ പർവ്വതത്തിലുള്ള റാഖേലിൻ്റെ വീട്ടിലോട്ട് പോവുക. ഞാനിവിടെ പോയിട്ടുണ്ടതുകൊണ്ട് എനിക്കറിയാം, 30 കിലോമീറ്റർ നടന്നു പോകണം, 3-4 പർവ്വതം കയറി പോകണം. ആ പർവ്വതത്തിൽ നിങ്ങളാരും കയറത്തില്ല, അതുപോലത്തെ ഭയങ്കര ഉയരത്തിലുള്ള പർവ്വതം. ഞാൻ 5-8 പ്രാവശ്യം പോയിട്ടുണ്ട്. പോകാനൊക്കത്തില്ല, ചിലപ്പോൾ ആഗ്രഹം തോന്നുന്നുണ്ട്, ഒന്നൊന്ന് പോയേക്കൊള്ളാം, നോക്കത്തില്ല. ഭയങ്കര പർവ്വതം.
ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. അവരുടെ കയ്യിൽ രണ്ടുപേരുടെയിലും ഓരോ കൊച്ചുങ്ങളുമുണ്ട്. കൊച്ചുമോള് മുല കുടിക്കുന്ന കുഞ്ഞ്, അതിൻ്റെ മൂത്ത ചെറുക്കൻ ചപ്പാത്തിയൊക്കെ തിന്നുന്നത്. അവർ വഴിയിലോട്ട് കൊണ്ടുപോയ ചപ്പാത്തിയൊക്കെ വഴി വെച്ച് അങ്ങ് തീർന്നു. അവർക്ക് വിശക്കുന്നു. മണി 2 കഴിഞ്ഞു. രാവിലെ കൊണ്ടുപോയത് അങ്ങ് തീർന്നു. അവർ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എടി വിശക്കുന്നല്ലോ. അവൾ പറഞ്ഞു, എനിക്കും വിശക്കുന്നു, കുഞ്ഞിനും വിശക്കുന്നു, എന്തുവാ ചെയ്യുന്നേ? അപ്പോഴാ അവൾ പറഞ്ഞു, റാഖീൽ പറഞ്ഞു, നമ്മുടെ ഉപദേശി PG വർഗീസ് പറഞ്ഞിട്ടില്ലയോ, പ്രാർത്ഥിച്ചാൽ ഏലിയാവിൻ്റെ ദൈവം ചപ്പാത്തി തരുമെന്ന്. പണ്ട് കാക്കയ്ക്കകത്തൂടെ കൊടുത്തില്ലേ? അയാൾ പറഞ്ഞു, എടി അതൊക്കെ വേദപുസ്തകത്തിലല്ലയോ, ഇത് 20-ാം നൂറ്റാണ്ടാണ്, നമുക്കിപ്പോൾ പുരുഷന്മാരെങ്ങനെ കേട്ടോ. പക്ഷേ അവളൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് വിശ്വാസം കുറച്ച് കൂടുതലാണ്. ആരും മിണ്ടുന്നില്ല. എൻ്റെ ബ്രദറെ അങ്ങനെയാണോ? അത് മഹാകഷ്ടമായി പോയല്ലോ ബ്രദറെ. സന്തോഷം. ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാം, വല്ലൊരു അനക്കം ഉണ്ടോ എന്ന് നോക്കട്ടെ. ആണുങ്ങൾക്ക് സംശയമാണ്, എന്നാൽ സ്ത്രീകൾക്ക് ഭയങ്കര വിശ്വാസമാണ്. സ്തോത്രം. കുറച്ച് പേർക്കെങ്കിലും വിശ്വാസമുണ്ട്. അയാൾ പറഞ്ഞു, ഞാനെന്താ PG വർഗീസോടെ എന്തെല്ലാം കഥകൾ നമ്മുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ആഹാരമില്ലാതിരിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അയാൾ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കും, ഞാനിവിടെ കണ്ണടയ്ക്കാം. അവൾ പറഞ്ഞു, കണ്ണടച്ചു, പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവമേ, PG ഉപദേശി ഇങ്ങനെ കഥ പഠിപ്പിച്ചിട്ടുണ്ട്, ഏലിയാവിന് വിശന്നപ്പോൾ കാക്ക ഇറച്ചിയും അപ്പവും കൂടെ കൊടുത്തെന്ന്. ഞങ്ങൾക്കും വിശക്കുന്നു, എൻ്റെ ഭർത്താവിനൊരു ചപ്പാത്തി തരണം, എനിക്ക് 1/2 ചപ്പാത്തി തന്നാൽ മതി, പകുതി ഞാൻ കൊച്ചിനോട് കൊടുത്തോളാം, ഞങ്ങൾ 2 പേരോട് കഴിച്ചാൽ 2 ചപ്പാത്തി തരണമേ, ആമേൻ. കണ്ണ് തുറന്നു. പത്രോസ്, എൻ്റെ പേര് പത്രോസിനാണ്. പത്രോസ് 4 വശവും തുറന്നപ്പോൾ ഒരു ചപ്പാത്തിയില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അന്നേരം അറിയാമായിരുന്നു കിട്ടത്തില്ലെന്ന്. 2 പേർ ഉണ്ടാക്കി പറയുമല്ലോ കേട്ടോ. ഇപ്പോഴും ഉണ്ട് റാഖീൽ ജീവനോടെ. കട്ടറായി പോയി ചോദിക്കാം, ഞാൻ ഈ പറഞ്ഞതിനകത്ത് 1 വരി കൂടുതലുണ്ടോയെന്ന്. 2 പേരും നടന്നു. പത്രോസ് ഒരു 10-30 ചവിട്ടടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു കരിമ്പാറ. ആ കരിമ്പാറയുടെ പുറത്ത് നല്ല സുന്ദരമായ 2 പൊറോട്ട, ചപ്പാത്തി അല്ല, 2 പൊറോട്ട. മണപ്പിച്ച് നോക്കിയപ്പം ദേശീ ഗീ വരട്ടിയ, നെയ്യ് വരട്ടിയ, പശു നെയ്യ് വരട്ടിയ നല്ല 2 പൊറോട്ട. എപ്രകാരമാണോ ഫ്രൈങ് പാനിനകത്തൊന്ന് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ. അപ്പോൾ അയാൾക്കൊരു സംശയം, ഇതാരാണ്ട് വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതായിരിക്കും, 1-ക്കോ 2-ക്കോ വല്ലതും പോയതാണ്. ഇത് ടെലിവിഷനകത്ത് പറയാൻ കൊള്ളാവുന്ന ഭാഷയല്ല. അയാൾ ആ പാറയുടെ പുറത്ത് കയറിയുന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ഇതർക്കോയി ഹേ, ഇവിടെ കാണും ആരെങ്കിലും ഉണ്ടോ? ആണുങ്ങൾ അങ്ങനെ സംശയമായപ്പോഴും വിശ്വാസം ഇച്ചിരിയേ ഉള്ളൂ. ഇവിടെ കാണാൻ ആരെങ്കിലും ഉണ്ടോ? കുറച്ചു നേരം വിളിച്ചിട്ട് ആരുടെ അനക്കമില്ല. അയാൾ പറഞ്ഞെടി, ഇത് ചിലപ്പം ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടതായിരിക്കും. 1 പൊറോട്ട എനിക്ക്, 1 നിനക്ക്, കൊച്ചിനോട് ഇച്ചിരി കൊടുക്കാം. അവർ 2 പേരും കൂടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് മാറിയിരുന്നങ്ങ് തിന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, എടി റാഖീലേ, ഭയങ്കര വെയിൽ, നീ എന്തായാലും ഒരു കുടയ്ക്കൂടൊന്ന് പ്രാർത്ഥിക്കും, ഒരു കുട കിട്ടിയാൽ നമുക്ക് വെയിൽ കൊള്ളാതെ വാ. അവൾ പറഞ്ഞു, അതിനെന്താ, നമുക്കൊരു ആളുകൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് പൊറോട്ട തന്ന ദൈവത്തിന് ഒരു കുട തരാനാണോ പ്രയാസം? പ്രാർത്ഥിരടി. അവളങ്ങ് പ്രാർത്ഥിച്ചു. കണ്ണടയ്ക്ക് മനുഷ്യ, കർത്താവായ യേശുവേ, ഭയങ്കര വെയിലാന്നേ, കൊച്ചിന് വെയിൽ കൊള്ളുവേ, അതുകൊണ്ട് ഒരു കുട തരണമേ, ആമേൻ. കണ്ണ് തുറന്ന പത്രോസ് നോക്കി, കുടയില്ല, കുടക്കാലും ഇല്ല. എടീ, എനിക്ക് അന്നേരം അറിയാമായിരുന്നു പൊറോട്ടയൊക്കെ കിട്ടാനൊക്കെ എളുപ്പം എന്തെങ്കിലും ഒരു മാർഗം, പക്ഷേ കുട വനത്തിൽ കിട്ടുമോ? ഇല്ല. പറഞ്ഞ് നമുക്ക് കിടക്കാം. പത്രോസിൻ്റെ ഒക്കെ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അവരൊരു 5-10 ചവിട്ടടി മുമ്പോട്ട് നടന്നപ്പോൾ ഒരു അത്ഭുതം കണ്ടു. മേളിൽ സൂര്യൻ പ്രകാശിക്കുക, പക്ഷേ ഇവരുടെ മേളിൽ ഒരു കാർമേഘം വന്ന് നിന്നു. പത്രോസിനും റാഖേലിനും ഒരു കുട. അതിൻ്റെ കീഴിൽ അവർ നടന്നു. വീട്ടിലെത്തുന്നത് വരെ ആ കാർമേഘം അവരുടെ മുമ്പാകെ പോയി അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നു. അവർക്ക് വെയിലടിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നിങ്ങളുടെ ദൈവം. പഠിത്തമില്ലാത്ത റോഡ് തൂക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. റാഖേൽ റോഡ് തൂക്കുന്ന തോട്ടിയാണ് അവിടെ ജാതി.
അവിടെ ജാതി ചോദിച്ചിട്ടല്ല ദൈവം സഹായിച്ചത്. അവർക്ക് എഴുതാനും വായിക്കാനും അറിയാമോ എന്ന് ചോദിച്ചിട്ടല്ല ദൈവം സഹായിച്ചത്. അവിടെ നിന്ന് ഓഫറിങ് വാങ്ങിച്ചിട്ടല്ല സഹായിച്ചത്. അവിടെ നിന്ന് മെഴുകുതിരി വാങ്ങിച്ചിട്ടല്ല സഹായിച്ചത്. അവിടുന്ന് നെയ്ച്ചോറ് വാങ്ങിച്ചിട്ടല്ല ദൈവം സഹായിച്ചത്. അവിടുന്ന് പൂവമ്പഴം വാങ്ങിച്ചിട്ടല്ല ദൈവം സഹായിച്ചത്. അവിടുന്ന് കൊട്ടത്തേങ്ങ വാങ്ങിച്ചിട്ടല്ല ദൈവം സഹായിച്ചത്. പിന്നെയോ അവളുടെ ഹൃദയത്തിൻ്റെ നിലവിളി, അവളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടപ്പോൾ സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ചിലരെല്ലാം പറയുന്നു വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മറുപടി വരുന്നവനായ ദൈവം. ചിലർ പറയുന്നറിയാം, അത് വേണമെങ്കിൽ ഇത് ചെയ്യണം, ഇത് വേണമെങ്കിൽ അത് ചെയ്യണം, അത് ചെയ്യ മുട്ടുമ്മേ നില്ല. എന്തൊക്കെയാണ് പറയുന്നത്? മുട്ടുമ്മേ നിന്നെങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. കുന്തിരിക്കാൻ പോച്ചെങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. ചിരട്ടക്കരി കൊടുത്തെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. മല കയറിയെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. വലം വെച്ചെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. പാവപ്പെട്ടവന് ചോറ് കൊടുത്തെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതാ മുട്ടുമ്മേ നിൽക്കുമ്പോഴല്ല. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതാ വലം വെക്കുമ്പോഴല്ല. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് കൊട്ടത്തേങ്ങ കൊടുക്കുമ്പോഴല്ല. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, അവൻ ജീവിക്കുന്നു. എല്ലാവരും പറയുന്നത് അത് ചെയ്യുക. ഇനി പറയാം, do. Now you don't have to do anything. It is already done. അവൻ ചെയ്തു കഴിഞ്ഞു. ഹിന്ദി ഞങ്ങളിങ്ങനെ പാടാറുണ്ട്, ടൺ ടണ ടൺ ഡൺ. കേട്ടിട്ടുണ്ടോ? ടൺ ടണ ടൺ ഡൺ എന്ന് പറഞ്ഞാൽ ടൺ 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 ഡൺ. നിനക്ക് ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്തു, നീ ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. നീ ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വിശ്വസിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ മറികടന്ന് പോകുന്നവനല്ല ദൈവം. ചിലരൊക്കെ പറയും കണ്ണുനീരിനെ മറികടന്ന് പോകാത്തവനാണ് ദൈവം. അല്ല, കണ്ണുനീരിനെ മറികടക്കാം, എന്നാൽ നിന്റെ വിശ്വാസത്തെ മറികടക്കുന്നവനല്ല ദൈവം. അതുകൊണ്ട് നീ വിശ്വാസത്തിൽ കണ്ണുനീരിൽ ഉണകിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്റെ അടുക്കൽ വന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. അതിന് നീ ഒന്നും ചെയ്യണ്ട. ഒന്ന്, പിശാചിൻ്റെ പണികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പേര് സഭയ്ക്ക് തന്നു. എന്താണ് പേര്? ക്രിസ്തീയ വിശ്വാസി. അവൻ്റെ പേര് നമുക്ക് തന്നിരിക്കുകയാണ്. എപ്രകാരമാണ് ഒരു മണവാളൻ്റെ പേര് മണവാട്ടിക്ക് കൊടുക്കുന്നത്? ഒരിക്കൽ പോലും ആരും എന്നെ മിസ്റ്റർ ലില്ലി എന്ന് വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ഭാര്യ എല്ലാവരും വിളിക്കുന്ന മിസ്സസ് വർഗീസ്. എന്താ കാര്യം? എൻ്റെ പേര് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ക്രിസ്തു, നമ്മുടെ മണവാളനാകുന്ന ക്രിസ്തു, തൻ്റെ പേര് നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനി, ക്രിസ്തീയ വിശ്വാസി. ഞാൻ പറയട്ടെ, നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, മാനസാന്തരപ്പെട്ടവനായിട്ട് ജീവിക്കണം, ദൈവമുള്ളവനായിട്ട് ജീവിക്കണം, ദൈവ പൈതലായിട്ട് ജീവിക്കണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരു സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവളെ വേറെ ആരും കെട്ടാൻ പാടില്ല. ആരെങ്കിലും അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു, ആ സ്ത്രീയും വ്യഭിചാരം ചെയ്യുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വേദപുസ്തകം അങ്ങനെ പറയുകയാണ്. ഒരു സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവളെ വേറെ ആരും വിവാഹം കഴിക്കാൻ പാടില്ല. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാം. എന്തുകൊണ്ടാണ് പറയുന്നത്? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആള് അവരുടെ പഴയ ദൈവങ്ങളെ എല്ലാം ഉപേക്ഷിക്കണമെന്ന്. കാരണം ആ ഭർത്താവ്, ആദ്യത്തെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം യേശുക്രിസ്തുവിനെ നിന്നെ മണവാട്ടിയായിട്ട് സ്വീകരിപ്പാൻ സാധ്യമല്ല. ആ ദൈവങ്ങളെല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ പേര് നിനക്ക് തന്നോ, നിന്നെ അവൻ രക്ഷിക്കും. ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? വേറെ ഉണ്ടോ? ആ ദേവനും എൻ്റെ ദേവന, ഈ ദേവനും എൻ്റെ ദേവന. നടക്കത്തില്ല. നെയ് ചലേക. യേശുക്രിസ്തു മാത്രം, അവനെ മാത്രം നിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ, ബാക്കി ദേവീദേവന്മാരെ എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, ക്രിസ്തീയ ദേവന്മാരെയും അക്രൈസ്തവ ദേവന്മാരെയും എല്ലാവരും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നിനക്ക് യേശുവിൻ്റെ പറയാം, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വിളിച്ചപേക്ഷിക്കാൻ ഒരേ ഒരു നാമം. രക്ഷിക്കപ്പെടണമോ? ഒരേ നാമം, ഒരേ നാമം. രോഗസൗഖ്യം വേണമോ? ഒരേ നാമം. ഭൂതം വിട്ടു പോകണമോ? ഒരേ നാമം. കുരിശിൽ 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കള്ളൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഏത് കള്ളനായിരുന്നു? വലത്തുവശത്തെ കള്ളനായിരുന്നു, ഇടത്തുവശത്തെ കള്ളനായിരുന്നു? പോട്ടെ, വഴക്കുണ്ടാക്കണ്ട. ഏതാന്ന് വേദോസ്തവത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതോ ഒരു കള്ളൻ. നമ്മളിങ്ങനെ ഒരു വിശ്വാസത്തിൽ പറയുക, ഇടത്തുവശത്തെ വലത്തുവശത്തെ കള്ളനായിരിക്കും, അങ്ങനെയൊന്നും വേദോസ്തവത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു കള്ളൻ. ഇനി പറയുന്നുണ്ട, 2 കള്ളന്മാർ, 2 പേരും യേശുവിനെ ഒരുപോലെ നിന്ദിച്ചു. എന്നാൽ ഒരുത്തൻ ഇടയ്ക്ക് വെച്ച് നിശ്ചയിച്ചു, ഇല്ല, ഞാൻ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവൻ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്.
അവനെ ഞാൻ എൻ്റെ ദൈവമായിട്ട് സ്വീകരിക്കാം. അവൻ പറഞ്ഞു, കർത്താവേ നീ ഇന്ന് എന്നെ ഓർത്തുകൊള്ളണമേ. ഇനി കേട്ടാട്ടെ, 2 കള്ളന്മാരിൽ ഒരുത്തൻ സ്വർഗത്തിലെത്തി. നിനക്ക് സ്വർഗത്തിൽ ചെല്ലാം. നിന്റെ വീട്ടിലെല്ലാവരും ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന സമയത്ത് നിനക്കൊരുത്തന് രക്ഷപ്പെടാം. നിന്റെ കൂട്ടുകാരെല്ലാവരും പാപികളായിട്ട് ജീവിക്കുന്ന സമയത്ത് നിനക്കൊരുത്തന് രക്ഷപ്പെടാം. നിന്റെ ജോലി സ്ഥലത്ത് എല്ലാവരും അന്യായം ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നിനക്കൊരുത്തന് രക്ഷപ്പെടാം. നീ വിളിച്ചപേക്ഷിച്ചാൽ മതി. ഈ കള്ളൻ എന്ത് ചെയ്തു? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഈ കള്ളൻ മെഴുകുതിരി കത്തിച്ചില്ല. ഈ കള്ളൻ ആർക്കും ചോറ് കൊടുത്തില്ല. ഈ കള്ളൻ ദൈവത്തോട് വ്യവസ്ഥ. അവൻ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു അവനെ ഓർത്തു. അന്ന് തന്നെ ഓർത്തു. വിളിച്ചപേക്ഷിച്ച അന്ന് തന്നെ രക്ഷ നാളെയല്ല, രക്ഷ ഇന്നാണ്. ആരാണോ യേശുവിനെ രക്ഷിതാവായി വിളിച്ചപേക്ഷിക്കുന്നത് അന്ന് അവന് രക്ഷ ലഭിക്കും. പാപിയാണോ? പാപത്തിൽ ജീവിക്കുകയാണോ? കള്ളനാണോ? വ്യഭിചാരിയാണോ? വൃത്തികേട് കാണിക്കുന്നവനാണോ? ഭാര്യയെ അടിക്കുന്നവനാണോ? ഭർത്താവിനെ ചതിക്കുന്ന? എന്താണ് നിന്റെ പാപം? നിന്റെ പാപം എന്തായിരുന്നാലും എൻ്റെ വേദപുസ്തകം പറയുകയാണ്, നിന്റെ പാപം കടിഞ്ചുവപ്പായിരുന്നാലും, ധൂമ്രവസ്ത്രം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നു, പുനലൂർ പേപ്പർ മില്ല് കാണാൻ പോയി. പുനലൂർ പേപ്പർ മില്ല്, അന്ന് കേരളത്തിൽ ഒരു പേപ്പർ മില്ലേ ഉള്ളൂ. അവിടെ പോയി. അവിടെ ചെന്ന മുള, ഈറ ഒക്കെ ഇട്ട് പുഴുങ്ങി, പിന്നെ അതൊരു വലിയ ഗ്ലോബിന പോലുള്ള ഒരു വലിയ ലോഹം കൊണ്ടുള്ള ഒരു ഗ്ലോബിനകത്ത് ഇട്ടിട്ട് അതെല്ലാം കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഉരുട്ടി, എന്നിട്ട് പറഞ്ഞു അതിനകത്ത് തുണിയൊക്കെ ഇടും. അന്നേരം കടലാസിന് കുറച്ചുകൂടെ കട്ടി വരും, പഴയ തുണികൾ ഒക്കെ ഇടും. പക്ഷേ അവിടെ വെച്ച് എൻ്റെ ഒരു കാര്യം പഠിപ്പിച്ചു. ആ തുണികളൊക്കെ ഇടുന്ന സമയത്ത് എപ്പോഴെങ്കിലും കടിഞ്ചുവപ്പായ തുണിയുണ്ടെങ്കിൽ അത് പെറുക്കിക്കളയും. കടിഞ്ചുവപ്പായ തുണിയുണ്ടെങ്കിൽ. ഞാൻ അവരൊക്കെ ചോദിച്ചു, പഠിപ്പിച്ച ആണ്ടൊക്കെ ചോദിച്ചു, കടുംചുവപ്പായാൽ എന്താ കുഴപ്പം? കടും പച്ച കുഴപ്പമൊന്നുമില്ല, കടും മഞ്ഞ കുഴപ്പമൊന്നുമില്ല, കടും നീല കുഴപ്പമൊന്നുമില്ല, കടും ചുവപ്പ് എന്താ? അവരുടെ ഒക്കെ പറഞ്ഞു, ഈ കടും ചുവപ്പിൻ്റെ നിറം വെള്ളയാകത്തില്ല. വേദപുസ്തകം പറയുകയാണ്, ഒരു കെമിക്കലിനും പേപ്പർ മില്ലിൽ ഇരിക്കുന്നതായിട്ടുള്ള രാസവസ്തുക്കൾക്കും ചുമന്ന തുണിയുടെ നിറം വെള്ളയാക്കാൻ കഴിയാതെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും തൻ്റെ മലിനമായിട്ടുള്ള ഹൃദയവുമായി, മലിനമായിട്ടുള്ള ജീവിതവുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, എൻ്റെ വേദപുസ്തകം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവം അത് ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. രാസവസ്തുക്കൾക്ക് കഴിയാത്തതോ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് സാധിക്കും. അതിന് മല കയറേണ്ട ആവശ്യമില്ല, അതിന് മുട്ടിന്മേൽ നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് കുരിശൻ തൊട്ടി പണിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് തീർത്ഥാടനത്തിന് പോകേണ്ട ആവശ്യമില്ല. വിളിച്ചപേക്ഷിക്കുക. യേശു വിളിച്ചു വേണം വരിക. യേശു ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു തീർത്തു. എൻ്റെ ചോദ്യം, നീ ചെയ്യുവാനുള്ളത് ചെയ്തു തുടങ്ങുമോ? യേശു ചെയ്തു തീർത്തു. വേദപുസ്തകം തുറക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം എവിടെയാണെന്നറിയാം? വെളിപ്പാട് പുസ്തകത്തിന് മുമ്പിലാണ്, അല്ലേ? 3-ാം അധ്യായം. 3-ാം അധ്യായം 24-ാമത്തെ വാക്യം എടുത്തോ. നിങ്ങൾ മിക്കവാറും പേര് 99% നേരത്തെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ്, കഴിഞ്ഞ മാസത്തിലാണ് ഇത് കണ്ടത്. 24-ാമത്തെ വാക്യം, 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ പുറത്താക്കി ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. പറയുന്നത് കേട്ടാട്ടെ. ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ശപിച്ചു. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് ശപിച്ചെന്ന്? ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ വേദപുസ്തകത്തിനകത്ത് എഴുതുകയായിരുന്നു. 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ 3:14 പാമ്പിനെ 2 വാക്യത്തിൽ ശപിച്ചു. വീട്ടിൽ പോയി നോക്കണം. 16-ാമത്തെ വാക്യത്തിൽ സ്ത്രീയെ 1 വാക്യത്തിൽ ശപിച്ചു. 17, 18, 19 വാക്യത്തിൽ പുരുഷനെ 3 വാക്യത്തിൽ ശപിച്ചു. ഒന്നുകൂടെ പറയട്ടെ. സ്ത്രീയെ 1 വാക്യത്തിൽ ശപിച്ചു, പാമ്പിനെ, പിശാചിനെ 2 വാക്യത്തിൽ ശപിച്ചു, പുരുഷനെ 3 വാക്യത്തിൽ ശപിച്ചു. പിശാചിനെ ശപിച്ചതിനേക്കാൾ ഏറ്റവും കുറച്ച് സ്ത്രീയെ ശപിച്ച്. നമ്മൾ സാധാരണ വിചാരിക്കും ഹവ്വായ വലിയ പാപം ചെയ്ത്. അല്ല,
ആദാമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഹവ്വ ചെയ്ത് തെറ്റി ശരിയാണെന്നല്ല. പക്ഷേ ഹവ്വയേക്കാൾ ആദാമാണ് വലിയ പാപം ചെയ്തത്. പിശാച് വലിയ പാപം ചെയ്തു. അതുകൊണ്ട് സ്ത്രീയെ ഒരു വാക്യത്തിൽ ശപിച്ചിട്ട് ആദ്യം പാമ്പിനെ ശപിച്ചു. 2 വാക്യത്തിൽ ഹവ്വയെ ഒരു വാക്യത്തിൽ ശപിച്ചു. എന്നിട്ട് പുരുഷനെ 3 വാക്യത്തിൽ ശപിച്ചു. എന്താ കാര്യം? ദൈവം കൽപ്പന കൊടുത്തത് ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞത് ആരോടാണെന്നറിയാമോ? സ്ത്രീയോടായിരുന്നില്ല, പുരുഷനോടായിരുന്നു. അവനാണ് കൽപ്പന കിട്ടിയത്. അവൻ അവളെ ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാട്ടെ. പാമ്പ് വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞത് അങ്ങും ഇങ്ങും തപ്പിത്തടഞ്ഞ കാരണം കേട്ടവൻ ശരിയായിട്ട് പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം സ്ത്രീയെ 2 വാക്യത്തിലും 1 വാക്യത്തിലും, പാമ്പിനെ 2 വാക്യത്തിലും, കൽപ്പന അറിഞ്ഞിട്ടും പഠിപ്പിക്കാതെ ഇരുന്ന പുരുഷനെ 3 വാക്യത്തിലും ശപിച്ചു. അപ്പച്ചന്മാരുടെയൊക്കെ പറയുക, നിങ്ങൾക്ക് വലിയൊരു ചുമതലയുണ്ട്. എന്താണത്? ദൈവം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത തലമുറയോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ല എങ്കിൽ അവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ അടി നിങ്ങൾക്കായിരിക്കും കിട്ടുന്നത്. ശപിച്ചു കഴിഞ്ഞ ഉടനെ വിഷയം അവിടത്തേക്കല്ല. അവിടുന്ന് അവരെങ്ങോട്ട് പോയി? അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി ഊരിയ വാളുമായി അവിടെ കെരൂബുകളെ കിഴക്ക് വശത്ത് നിർത്തി. എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ നിന്നും അവർ പോയത് കിഴക്കോട്ടായിരുന്നു. 1. 2, അടുത്ത ഒരാളും കിഴക്കോട്ട് പോയി. എങ്ങോട്ടാണ് ഈ അടുത്ത ഒരാൾ? 4-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം എടുത്തോ. പേന കയ്യിൽ വേണം, അടിവരയിടാൻ കൊള്ളാം. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. ആദാമും ഹവ്വയും അങ്ങോട്ട് പോയി? കിഴക്കോട്ട്. പാപം ചെയ്ത സ്വന്തം സഹോദരനെ കൊന്ന കയ്യൻ എങ്ങോട്ട് പോയി? കിഴക്കോട്ട്. ഇനി നമുക്ക് പിന്നെയും പോകാം. 6-ലെങ്ങുമില്ല, 9, 10, 11. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാര രീതിയുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ആര്? നോഹയുടെ മക്കൾ, യോഹയുടെ തലമുറ. നിങ്ങൾക്ക് മനസ്സിലായോ? ആദാം ഹവ്വ കിഴക്കോട്ട് പോയി. കയീൻ ശാപവും വാങ്ങിച്ച് കിഴക്കോട്ട് പോയി. നോഹയുടെ മക്കൾ ശാപവും വാങ്ങിച്ചവനും വാങ്ങിക്കാതെ അവരും പോയത് കിഴക്കോട്ട്. ഇനി നോക്കാം 13-ാം അധ്യായം. മിനിഞ്ഞാന്ന് വാങ്ങിച്ച ബൈബിളാണ്. 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. മനസ്സിലായോ? ആരൊക്കെയാ? ആദാം ഹവ്വ കിഴക്കോട്ട് പോയി, കയീൻ കിഴക്കോട്ട് പോയി, നോഹയുടെ മക്കൾ കിഴക്കോട്ട് പോയി, ലോത്ത് കിഴക്കോട്ട് പോയി. എന്നാൽ എല്ലാവരും കിഴക്കോട്ട് പോയപ്പോൾ, തലമുറകളായിട്ട് കിഴക്കോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ നിശ്ചയിച്ചു, ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വല്യപ്പച്ചൻ ചെയ്തതുപോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അപ്പച്ചൻ ചെയ്തതുപോലെ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മാച്ചൻ ചെയ്യുന്നത് പോലെ അല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ സഹോദരൻ ചെയ്യുന്നത് പോലെ അല്ല ഞാൻ ചെയ്യാൻ. ഞാൻ വ്യത്യസ്തമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാം അവൻ പടിഞ്ഞാറോട്ട് പോയി. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? അവൻ ഇങ്ങനെ പറഞ്ഞു, ലോത്തിനോട് പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാറോട്ട് പോയിക്കൊള്ളാം. ലോത്ത് കിഴക്കോട്ട് പോയപ്പോൾ, ആദാം ഹവ്വായും കിഴക്കോട്ട് പോയപ്പോൾ, കയീൻ കിഴക്കോട്ട് പോയപ്പോൾ, നോഹയുടെ മക്കൾ കിഴക്കോട്ട് പോയപ്പോൾ, ലോത്ത് കിഴക്കോട്ട് പോയപ്പോൾ, ബാക്കി എല്ലാവരും കിഴക്കോട്ട് പോയപ്പോൾ ഇതാ അനുഗ്രഹം പ്രാപിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ ബാക്കിയുള്ളവർ പോയതുപോലെ അല്ല, വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദൈവം പറഞ്ഞിടത്തേക്ക് പോയി. നിങ്ങളെങ്ങോട്ട് പോകും? ചിലർ പറയുന്നത് ഇങ്ങനെ, എൻ്റെ അപ്പച്ചൻ എങ്ങോട്ടാന്നോ പോയെ ഞാൻ അങ്ങോട്ടേ പോകത്തുള്ളൂ, എൻ്റെ വലിയപ്പച്ചൻ എങ്ങോട്ടാന്നോ പോയെ ഞാനും അങ്ങോട്ടേ പോകത്തുള്ളൂ. ഒരു ധനവാൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ധനവാൻ ചത്തു നരകത്തിൽ പോയി കേട്ടോ. അവിടെ കിടന്ന് നിലവിളിക്കുക, ദൈവം അബ്രഹാം പിതാവേ എന്തോ കരുണ തോന്നണേ. എന്തിനാ? അയ്യോ വിശക്കുന്നേ, ദാഹിക്കുന്നേ, ഒരു ഇച്ചിരി വെള്ളം വേണമായിരുന്നേ, കിട്ടത്തില്ലടാ മോനെ. നീ ആവുന്ന കാലത്ത് കുറേ കുടിച്ചതല്ലയോ? എറണാകുളത്ത് നിന്ന് ആലുവ വരെ കള്ള് ഷാപ്പിലൊക്കെ കയറി കുടിച്ച് നടന്നതല്ലയോ? ഇനി ഇവിടെ ദാഹം തീർക്കത്തില്ല. അയ്യോ കർത്താവ്, ഒരു കാര്യം ചെയ്യണേ. എന്നാൽ എനിക്ക് 4-5 സഹോദരന്മാരുണ്ട്. നിൻ്റെ മടി താണ്ടൊരു ലാസർ ഇരിക്കുന്നു. ആ ലാസറിനെ അങ്ങോട്ടൊന്ന് അയച്ച് എൻ്റെ സഹോദരന്മാരുടെയൊക്കെ പറയണേ, ഞാനോ ഇവിടെ വന്ന് ചേർന്നവരാരും വരല്ലേ. നരകത്തിൽ കിടക്കുന്ന അപ്പച്ചൻ വിളിച്ചു പറയാ,
അയ്യോ എൻ്റെ പൊന്നുമോനെ, ഞാനോ ഇവിടെ വന്ന് കുരുങ്ങി, നിങ്ങളാരും വരില്ലേ? ഇവിടെയുള്ള ചേട്ടൻ പറയാ, എൻ്റെ വലിയ ചായൻ എങ്ങോട്ട് പോയോ, ഞാൻ അങ്ങോട്ടേ പോകത്തുള്ളൂ. വലിയ ചായൻ വിളിച്ച് പറയാ, ഇങ്ങോട്ട് വരല്ലേ. എന്തായാലും സ്തോത്ര കാഴ്ച നേരത്തെ എടുത്തത് നന്നായി, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും തരുന്ന ലക്ഷണമില്ല. അബ്രഹാം അവൻ വ്യത്യസ്തനായിരിക്കുവാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ തീരുമാനം എന്താണ്? അപ്പച്ചനെ പ്രസാദിപ്പിക്കണോ? ഞാൻ പറഞ്ഞത് അപ്പച്ചൻ ചെയ്യുന്നതിനെതിരെ ചെയ്യണമെന്നല്ല. ആത്മീയ കാര്യം വരുമ്പോൾ അബ്രഹാമിൻ്റെ ഒരു തീഷ്ണത വേണം. എനിക്ക് ദൈവത്തെ വേണം, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം. ബാക്കിയുള്ളവർ എങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ, എൻ്റെ അപ്പച്ചൻ എങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ, എൻ്റെ അച്ഛൻ എങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ, എൻ്റെ അമ്മാവി എങ്ങോട്ടോ പോയിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ ദൈവം പറയുന്നിടത്ത് പോകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പറയുന്നിടത്ത്. ഒരു ദിവസം ഞാനൊരു പ്രസംഗം പ്രശ്നമുണ്ട്. ദൈവം എവിടെയാണോ നിന്നെ അയക്കുന്നത് അവിടെ എവിടെയാണോ ദൈവം നിന്നെ അയക്കുന്നത്, എവിടെയാണോ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത്, അവിടെ നീ അനുഗ്രഹിക്കപ്പെടും. അവിടെയാണ് അനുഗ്രഹം. ആരെന്ന് തീരുമാനിക്കും. ഞാൻ ഇന്ന് ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തെ ഞാൻ വെറുക്കുന്നു. പാപം ചെയ്യുവാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിന് പൈതലായിട്ട് ജീവിക്കും ഞാൻ ഇന്നു മുതൽ. പാപികളോട് ഇനി കൂട്ടായ്മയില്ല. അബ്രഹാമിനെ പോലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആര് പറയും? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആര് പറയും? ഞാനൊരു വ്യത്യസ്തനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു നിന്നെയും എന്നെയും രക്ഷിക്കുവാൻ. അവൻ തൻ്റെ ചോര ചിന്തി പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, നിന്നുള്ള പാപത്തിൽ നിനക്ക് വിടുതൽ തരുവാൻ. 2, അവൻ അധോലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് പിശാച് അടക്കി വെച്ചിരുന്നതായിട്ടുള്ള അധികാരം പിടിച്ചെടുത്ത് സഭയ്ക്ക് തന്നിരിക്കുകയാണ്, നിനക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ നീ മാനസാന്തരപ്പെടണം. ആര് പറയും? ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പാപിയായി ജീവിച്ചത് മതി, ഇനി ഞാൻ പാപിയായിട്ട് ജീവിക്കത്തില്ല. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്. അവൻ ഇന്നു മുതൽ എൻ്റെ രക്ഷിതാവാണ്. ഇതുവരെ ഞാൻ ജീവിച്ചതുപോലെ ഒരു കള്ളക്രിസ്ത്യാനിയായിട്ടല്ല, യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു ദൈവവൈതലായി ഞാൻ ജീവിക്കും എന്ന് ആര് പറയും? ആര് പറയും? ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുന്നു. ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുന്നു. എൻ്റെ വല്യപ്പച്ചൻ പോയിടത്തേക്കല്ല, എൻ്റെ അപ്പച്ചൻ പോയിടത്തേക്കല്ല, എൻ്റെ അമ്മാച്ചൻ പോയിടത്തേക്കല്ല. എൻ്റെ സഭയുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവർ ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ഞാനും എൻ്റെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാര് പറയും? ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ, ഒരു കള്ളനെ പോലെ ആര് പറയും? യേശുവേ എന്നോട് കരുണ തോന്നണമേ, യേശുവേ എന്നോട് കരുണ തോന്നണമേ. ആര് പറയും? നീ പാപിയായി മരിക്കേണ്ട ആവശ്യമില്ല, നീ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നരകം നിനക്ക് വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്, പിശാചിൻ്റെ സൈന്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആരിന്ന് മാറി നിൽക്കാം? കോരഹ പുത്രന്മാർ മാറി നിന്നതുപോലെ ആര് മാറി നിന്നിട്ട് പറയും, ഞാൻ ഇന്നു മുതൽ ഒരു ദൈവവൈതലായി ജീവിക്കും, ദൈവവൈതലായി ജീവിക്കും? ആര് പറയും? അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ട്. ഞാൻ ഇന്നു മുതൽ ഒരു ദൈവവൈതലായി ജീവിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആര് പറയും? യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പാപം ചെയ്യാൻ ഞാൻ ഇനി പോകത്തില്ല, ഫറവോന് ഞാൻ ഇനി അടിമയായിരിക്കത്തില്ല, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റു പറ, ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാട്ട്. യേശുവേ, ഉറക്കെ പറഞ്ഞാട്ട്, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, യേശുവേ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ, യേശുവേ പാപത്തിൻ്റെ മേൽ എനിക്ക് ജയം തരണമേ. ഞാൻ ഇന്ന് നിന്നിൽ വിശ്വസിക്കുകയാണ്. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ. ഇന്നു മുതൽ, ഇന്നു മുതൽ നിന്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ പറഞ്ഞാട്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ വിലാസം: ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം, 126 അന്ധേരി മോഡ്, ന്യൂ ഡൽഹി 11074. ഇമെയിൽ iet@ietmissions.org. 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് 093 129
6630. വെബ്സൈറ്റ് ietmissions.org.